ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. കേരള വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും റംസാൻ നിലാവൊളി ഇസ്ലാമിക് ക്വിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളതും റംസാൻ നിലാവൊളി ഇസ്ലാമിക് ക്വിസിൽ സിൻസിയർ ഹോം വേൾഡ് ചങ്ങരംകുളത്താണ്. സിൻസിയർ ഹോം വേൾഡിലെ കസ്റ്റമേഴ്സാണ് ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികൾ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സിൻസിയർ ഹോം വേൾഡ് ചങ്ങരംകുളത്തുനിന്ന് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. എന്താണ് പേര്? ഹംന. റയാൻ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖാണ്. ഇവിടെ ആരുടെ കൂടെ വന്നത്? ഇപ്പം എൻ്റെ കൂടെയാണോ? അല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വീട്ടപ്പുറത്താണ്. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4. 8. ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടില് ഉമ്മയുണ്ട്, അനിയത്തി, ഇക്കാവുണ്ട്, ഞാൻ ഗൾഫിലാ. ഓക്കെ. സുഖമായിട്ട് പോണു. നോമ്പൊക്കെ ഉണ്ടോ? രണ്ടാൾക്കും ഉണ്ട്. പിന്നെ നമ്മുടെ പരിപാടിനെ കുറിച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയോ? പരിപാടി ഇങ്ങനെയാണ്. ഞാനൊരു 3 ചോദ്യം ചോദിക്കും. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് അങ്ങനത്തെ ചോദ്യം ചോദിക്കുള്ളൂ. മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ്. അപ്പോൾ ഈ 3 ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് എന്തുണ്ട്? ഞാൻ ഒരു ഓപ്ഷൻ തരും. 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഉത്തരമാണെന്ന് തോന്നുന്നത് എന്ത് ചെയ്താൽ മതി? ഫിക്സ് ചെയ്താൽ മതി. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാനൊരു ക്ലൂ തരും. മൂന്നാമത്തെ ചോദ്യത്തിന് ഇത് രണ്ടും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഉത്തരം പറയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് 3 ചോദ്യത്തിന് ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ സിൻസിയർ ഹോം വേൾഡിൻ്റെ അടിപൊളി ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രീതി. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചു നോക്കിയാലോ? അപ്പോൾ ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറും. പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ജനത എൽപി സാലങ്കോട്. ഓക്കെ. ഇയാളോ? ഞാൻ മൂക്കുതല PCM ടീച്ചർ. ഏതാണ് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റൊക്കെ? ഇംഗ്ലീഷ്. എനിക്കോ? മാത്സ്. കൊള്ളാം. ഓക്കെ. അപ്പോൾ എന്നാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ആരാണ് കഅബ പുതുക്കി പണിതത്? ഓപ്ഷൻ വേണോ? വേണോ? എന്നാലും ഞാൻ പറയാം, അഥവാ എങ്ങാനും തെറ്റിപ്പോയി പോയാലോ. 1 ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും, 2 മുഹമ്മദ് നബി അലൈഹിസ്സലാം, 3 ഈസാ നബി അലൈഹിസ്സലാം. ഒരു ആരായിരിക്കും? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. സംശയമൊന്നും വേണ്ടല്ലോ. ഓക്കെ. ഇനി സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉത്തരം ശരിയാണ്. നമുക്ക് അതൊക്കെ അറിയാലോ. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടെ കഅബ തകർന്നു പോയിരുന്നത് വീണ്ടും ആ സമയത്ത്. അപ്പം നല്ല മിടുക്കിയാണ്. അപ്പോൾ കഥയൊക്കെ അറിയാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതേപോലെ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഇതിന് എന്തുണ്ടാവില്ല? ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ഓപ്ഷൻ്റെ ക്ലൂവിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്ന്. ചോദ്യം ഇതാണ്. നമ്രൂദ് എന്ന രാജാവ് ഏത് പ്രവാചകനെയാണ് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞത്? ഏത് പ്രവാചകനെയാണ്? ഉറപ്പല്ലേ? എന്തിനാണ്? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്. അത് മാത്രമാണോ? വേറൊരു കാര്യം കൂടെ ചെയ്തതിന്. ഭയങ്കര ആ രാജാവിനെ ഏറ്റവും അധികം പ്രകോപിതനാക്കിയ കാരണം അതാണ്. എന്തായാലും ഞാൻ ഉത്തരം പറയാം. മോൻ്റെ പേരെന്തേന്നു? റയാൻ പറഞ്ഞിട്ടുള്ള ഉത്തരം ഇബ്രാഹിം നബി. ഉത്തരം ശരിയാണ്. റയാൻ അതിൻ്റെ കാരണം പറഞ്ഞു. ഇനി അതിനൊരു കാരണം കൂടി ഉണ്ട്. എന്താണ്? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് മാത്രമല്ല, ഇബ്രാഹിം നബിയുടെ ബാപ്പയായിരുന്നു അവിടുത്തെ അമ്പലത്തിലെ പ്രധാന പൂജാരി, പുരോഹിതൻ. അമ്പലം അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന ആ ഒരു ആരാധനാലയത്തിൻ്റെ പ്രധാനപ്പെട്ട പുരോഹിതൻ. അപ്പോൾ അവിടെ വിഗ്രഹാരാധകരായിരുന്നു. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? അവിടെ കയറിയിട്ട് അതിനെ എല്ലാം നശിപ്പിച്ച് കളയാണ് ചെയ്തത്. എന്നിട്ട് അതിലൊരു വിഗ്രഹത്തിനെ മാത്രം ഒന്നും ചെയ്യാതെ അവിടെ വെച്ച് ബാക്കിയെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ അത് ആ വലിയ വിഗ്രഹത്തിന് അറിയാം, അതിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ്
രാജാവിന് കൂടുതൽ പ്രകോപിതനായിട്ട് ജീവനോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞത്? തീയിലേക്ക് കത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായത്? കത്തിയോ? എന്തുണ്ടായത്? ആ ചൂടിനെ കുളിരായിട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നന്നായിട്ട് രണ്ടാക്കും കഥകളൊക്കെ അറിയാം. ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്? ഞാൻ ഷഫീഖുൽ ഇസ്ലാം മദ്രസ. ഞാൻ ഇപ്പോ ഏത് ക്ലാസ്സിലാ? 9-ലോ? ഞാൻ 6-ല്. ഞാൻ അടുത്തത് 4-ലേക്ക്. ഓക്കെ, അപ്പോൾ കഥകളൊക്കെ നന്നായിട്ട് അറിയാം. ഇനി മൂന്നാമത്തത് നമ്മളെ ഏത് ചോദ്യമാണ്? മൂന്നാമത്തത് സമ്മാന ചോദ്യമാണ്. ഇതിന് എന്തുണ്ടായിരിക്കില്ല? ക്ലൂവും പിന്നെ ഓപ്ഷൻസും ഉണ്ടാവില്ല. ചോദ്യം ഇതാണ്: സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിവുണ്ടായിരുന്നത് ഏത് പ്രവാചകനാണ്? സ്വപ്ന വ്യാഖ്യാനം പറയാൻ സാധിച്ചിരുന്നത് ഏത് നബിക്കാണ്? അറിയാം അങ്ങനെ ക്ലൂ ഇല്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നല്ല മിടുക്കന്മാരായതുകൊണ്ടും ഞാൻ ചെറിയൊരു ക്ലൂ തരാം. ഏറ്റവും സുന്ദരനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര സൗന്ദര്യമുള്ളൊരു ആള്. അതന്നെ. ആ അയ്യോ അതന്നെ. ഇനി വേറൊരു ക്ലൂ കൂടെ ഉണ്ട്. സഹോദരന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയും ഒരുപാട് അതെ അറിയാം. സഹായിക്ക്. ഉറക്കം പറയും. ഉറപ്പാണോ? ആണോ? കിട്ടിയോ? സമാധാനായോ? ഉത്തരം ശരിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. എങ്ങനെയാണ് സഹോദരന്മാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർക്ക് മാത്രമേ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഉപ്പാക്കും പിന്നെ കൂടുതൽ ഇഷ്ടമുണ്ട് പറഞ്ഞിട്ട് എന്താ ചെയ്തത്? അവനെന്തോ കിണറ്റില് കൊണ്ടിട്ടു. എന്നിട്ട് ഉപ്പാനോട് എന്താ പറഞ്ഞത്? അവനെന്തോ ചെന്നായി പിടിച്ചു പറഞ്ഞിട്ട് ബ്ലഡൊക്കെ ആക്കിയിട്ട് ഡ്രസ്സ് കൊണ്ടു കൊടുത്തു. അങ്ങനെയാണ് അവിടുന്ന് വേറെ ആളുകൾ രക്ഷപ്പെടുത്തി, കച്ചവട സംഘം രക്ഷപ്പെടുത്തിയിട്ടാണ് ഈജിപ്തിലെത്തുന്നതും അവിടുത്തെ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും ജയിലിൽ നിന്ന് പുറത്തേക്കാവണം. ഓക്കെ, അപ്പൊ കഥയൊക്കെ അറിയാം. പേടിച്ചു പോയോ? ലാസ്റ്റത്തെ ചോദ്യം തെറ്റിപ്പോന്ന് ആണോ? അപ്പൊ എന്തായാലും ഉത്തരം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം മാത്രമല്ല, അതിന്റെ ബാക്കിലുള്ള കഥകളും അവർക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഉമ്മേൻ്റെ അടുത്ത് ഉപ്പേൻ്റെ അടുത്തൊക്കെ പറയാം, നമ്മളിങ്ങനെ വന്നു, മത്സരിച്ചു, സമ്മാനമൊക്കെ വാങ്ങിയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സിൻസിയർ ഹോം വേൾഡിൻ്റെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥികളാണ് ഈ രണ്ടുപേരും. ഇവർ ആദ്യത്തെ ചാൻസിൽ തന്നെ സമ്മാനവും നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കുള്ള സമ്മാനം നൽകുന്നതിനായിട്ട് സിൻസിയർ ഹോം വേൾഡിൻ്റെ ഒരു പ്രതിനിധിയെ സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക് ക്വിസിൽ ഇന്നത്തെ സിൻസിയർ ഹോം വേൾഡിലെ ആദ്യത്തെ വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നതിനായിട്ട് അബ്ദുൽ ബാരി സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാഹ്, നല്ല വിശേഷം. പേരെന്താണ്? പേര് മുനീറ. മുനീറ. ഓക്കെ, എവിടെയാണ് നാട്? നാട് പെരുമ്പിലാവ്. പെരുമ്പിലാവ്. സുഖമായിട്ട് പോണു? അൽഹംദുലില്ലാഹ്. ഇതുവരെയുള്ള നോമ്പൊക്കെ? അൽഹംദുലില്ലാഹ് സുഖം. പിന്നെ എന്താണ്, വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. എന്താ ഹസ്ബൻഡ്, വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെ? അൽഹംദുലില്ലാഹ്, നല്ല വിശേഷം. കുട്ടികളുണ്ടോ? പഠിക്കാൻ? 3 പേരുണ്ട്. ഏത് ക്ലാസ്സിലാണ്? മോൻ +1 പഠിക്കണു. +1 പഠിക്കണ മോനൊക്കെ ഉണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കണു മോള്. 8ാം ക്ലാസ്സിൽ പഠിക്കണു. എല്ലാവരും നല്ല പരീക്ഷന്റെ ഒരു സമയത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഇപ്പൊ വന്നതാണോ? വന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പം കുറെ റംസാനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതറിഞ്ഞിട്ട് വന്നു. വാങ്ങിയോ? വാങ്ങിയിട്ടില്ല, വാങ്ങാൻ. എന്താണ്, എന്ത് വാങ്ങണം എന്നാ വിചാരിച്ചു വന്നേ? ഒരുപാട് ഐറ്റംസ് വാങ്ങണം. അപ്പൊ വൈകുന്നേരം വരെ ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടിനെ കുറിച്ചിട്ടൊക്കെ അറിയാലോ എങ്ങനെയാണെന്നൊക്കെ. ഞാനൊരു 3 ചോദ്യങ്ങളാണ് ചോദിക്കാം. ആദ്യത്തെ ചോദ്യത്തിന് പിന്നെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാനൊരു ക്ലൂ ആണ് തരാം. മൂന്നാമത്തേന് ഇത് രണ്ടും ഉണ്ടാവില്ല, അത് സമ്മാനം ചോദ്യമാണ്. അപ്പൊ ഈ 3 ചോദ്യത്തിനും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിൻസിയർ ഹോം വേൾഡുകാർ നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാഹ് 3 ചോദ്യങ്ങളും ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പ്രവാചകനെ വധിക്കും എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയുടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിലാണ് സഹോദരീൻ്റെ വീട്ടിലേക്ക് പോണത്. ആ സമയത്ത് അവർ ഒരു സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട സമയത്ത് ആ ഊരിപ്പിടിച്ച വാളൊക്കെ താഴെ വീഴുകയും
അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതേത് സൂറത്താണെന്നാണ് ചോദ്യം. ഞാൻ ഓപ്ഷൻ പറഞ്ഞതാണ്. ഒന്ന് സൂറത്ത് ത്വാഹ, സൂറത്തുൽ ബക്കറ, സൂറത്തു ആലു ഇമ്രാൻ. അപ്പം ഇതിൽ ഏത് സൂറത്തിൻ്റെ പാരായണം കേട്ട സമയത്താണ് റസൂല് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു. സൂറത്ത് ത്വാഹ. ത്വാഹ ഉറപ്പാണോ? ഉറപ്പാണ്. പരിചയമുണ്ട്, മദ്രസ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ കഥ. ഓക്കെ, അപ്പോൾ സൂറത്ത് ത്വാഹ എന്നുള്ള മുനീറ പറഞ്ഞിട്ടുള്ള ഉത്തരം ശരിയാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തതും ഇതേപോലത്തെ ഒരു ചെറിയൊരു ചോദ്യമാണ്. പക്ഷെ രണ്ടാമത്തെ ചോദ്യത്തിന് എന്തുണ്ടാവില്ല, ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഞാൻ ചെറിയൊരു ക്ലൂ മാത്രമേ തരൂ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റണമായിരിക്കും. കാരണം പൊതുവേ നമുക്ക് എല്ലാവർക്കും പ്രവാചകനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ കുറിച്ചിട്ടും ആ ഭാര്യമാർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികളും അവരുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യമാണ് ഇനി ഞാൻ ചോദിക്കാൻ പോണത്. ചോദ്യം ഇതാണ്: ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെട്ടിരുന്നത് നബിയുടെ ഏത് ഭാര്യയാണ്? നബിയുടെ ഭാര്യമാരിൽ ആരാണ്? അത് ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരുന്നത് ഇയാളാണ്, ഈ ഭാര്യയാണ്. ഭാര്യമാരൊക്കെ ഏകദേശം ഫെമിലിയർ ആയിരിക്കുമല്ലോ. കൂട്ടത്തിൽ ഇതേപോലെ ഖുർആൻ മനഃപ്പാടാക്കിയതും പിന്നെ ഖുർആൻ പകർത്തി എഴുതാനും എല്ലാ കാര്യത്തിലൊക്കെ കൂടുതൽ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ, എന്താണ് ബാക്കി വേറെ ഖദീജ ബീവിനൊന്നും പറയാണ്ടിരുന്നത്? ഈ ഖുർആൻ്റെ കാര്യം ആയതുകൊണ്ടാണോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ്. ശരിയാണ്. കാരണം ആള് എന്താ പറയുക, കുറച്ച് ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, രണ്ടുത്തരം ശരിയാക്കിയില്ലേ, അപ്പോൾ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി മൂന്നാമത്തെ ചോദ്യമുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, സമ്മാനം ഉറപ്പായിട്ടോ. പിന്നെ ഇന്ന് എന്തൊക്കെയാണ് വീട്ടിൽ? ഇതുവരെ നോമ്പിൻ്റെ വിശേഷങ്ങളൊന്നും കേട്ടില്ല. തറാവിയും കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ? ഹാപ്പി ആയിട്ട് പോകണം. എങ്ങനെ വീടിനടുത്തുള്ള എല്ലാവരും കൂടി? വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട്, വീട്ടിൽ നിന്ന് അനിയത്തി കുട്ടികൾ എല്ലാവരും കൂടിയിട്ട് നിന്നിട്ടാണ് അങ്ങനെ. അത് നല്ല ഇപ്പം ഇല്ലാത്തൊരു സിസ്റ്റമാണ് സത്യം പറഞ്ഞാൽ. വീടുകളിൽ ഇപ്പോൾ അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ തറാവിഹ് റംസാന് മാത്രമുള്ളൊരു നമസ്കാരം കൂടെ ആയതുകൊണ്ട് പണ്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. പണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു വീട്ടിലാണ് നടക്കുക. അപ്പോൾ ബാക്കി ആ ഭാഗത്തുള്ള സ്ത്രീകളെല്ലാവരും കൂടി ഈ ഒരു വീട്ടിലേക്ക് പോവുക. എന്നിട്ട് അങ്ങനെ നല്ല രസമാണ്. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ വീട്ടിൽ നിന്ന് ഒരു ഇടയത്താഴും ഒക്കെ കൂടെ ആയിട്ട് നല്ല രസമാണ്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നുമില്ല. എന്നാലും കേൾക്കുമ്പോൾ ഒരു സന്തോഷം, വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ടാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തേക്ക് ഇപ്പോൾ. മൂന്നാമത്തെ ചോദ്യം സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളത് ഏത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്? ഭാര്യമാരിൽ ആരുടെ മയ്യത്ത് നിസ്കാരത്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുള്ളത്? ഖദീജ ബീവിയാണ്. ഖദീജ ബീവി ആണോ? ആണോ? അതേപോലെ ഒരു മൂന്നക്ഷരമൊക്കെ ഉള്ള ഒരാളാണ്. ഒന്നുകൂടെ ആലോചിക്കാം. അപ്പം എന്താ വെച്ചാൽ എന്തായാലും രണ്ട് ചോദ്യങ്ങൾ ശരിയാക്കിയ ആളാണ്. മൂന്നാമത്തെ ചോദ്യമാണ് ഒരു ട്രൈ. ആയിഷ റളിയല്ലാഹു അൻഹ. രണ്ടാൾക്കാർ പേര് പറഞ്ഞു. അപ്പോൾ രണ്ടാളതും തെറ്റാണ്. ഉത്തരം സൈനബ് റളിയല്ലാഹു അൻഹയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, രണ്ടെണ്ണം ശരിയാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ മാത്രമാണ് എന്തായിട്ടുള്ളത്, തെറ്റിപ്പോയിട്ടുള്ളത്. കുഴപ്പമില്ല, പക്ഷെ എന്താ അറിയാൻ പറ്റില്ലേ പിന്നെ ആളാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും മുനീറത്ത പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സമ്മാനം സ്പെഷ്യൽ ഗിഫ്റ്റ് ഇല്ലെങ്കിലും സിൻസിയർ ഹോം വേൾഡിൻ്റെ ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട്. കാരണം നമ്മളിവിടെ വന്നു, കുറേ സമയം നമ്മുടെ അടുത്ത് സംസാരിച്ചു, നിങ്ങളുടെ അറിവുകൾ ഞങ്ങൾക്ക് തന്നു, ഞങ്ങളുടെ അറിവുകൾ നിങ്ങൾക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സിൻസിയർ ഹോം വേൾഡിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗിഫ്റ്റ് തരുന്നതിനായിട്ട് അബ്ദുൽ ബാരി സാറിനെ സ്വാഗതം ചെയ്യുന്നു. റംസാൻ നിലാവളി ഇസ്ലാമിക് ക്വിസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിൻസിയർ ഹോം വേൾഡ് ചങ്ങരംകുളത്താണ്. അപ്പോൾ രണ്ടുപേര് നമ്മളടുത്ത് മത്സരിച്ച് കഴിഞ്ഞു. അടുത്ത ആൾ റെഡിയാണ്. ആ ആളെ സ്വാഗതം ചെയ്യാം. എന്തൊക്കെയാണ്, സുഖാണോ? എന്താ പേര്? എൻ്റെ പേര് ഹംദാൻ. ഹംദാൻ, സ്കൂളിൽ നിന്ന് നേരെ ഓടി വന്നാന്ന് തോന്നുന്നുണ്ടല്ലോ. ആരാ കൂടെ ഉള്ളത്? ഉപ്പാടും മാടപ്പം പർച്ചേസിന് വന്നാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലേ ഇപ്പോൾ വന്നേ ഉള്ളൂ? വന്ന് വാങ്ങിക്കുന്നുണ്ട് അവർ. ഓക്കെ,
പിന്നെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 8th സ്റ്റാൻഡേർഡ്. 8th. എക്സാമൊക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? സിമ്പിളായിരുന്നു. സിമ്പിൾ. അപ്പം പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് അതിലേറെ സിമ്പിളായിരിക്കും. ഓക്കെ, ചോദ്യങ്ങളെ പറ്റിയൊക്കെ അറിയാലോ. ഞാനൊരു 3 ചോദ്യമാണ് ചോദിക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് തരും, രണ്ടാമത്തെ ചോദ്യത്തിന് ചെറിയൊരു ക്ലൂ ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചോദ്യത്തിന് ഇത് രണ്ടും ഉണ്ടാവില്ല. എന്താ, സമ്മാന ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പങ്കെടുത്ത ഇയാളെ പോലെ ഒരു മിടുക്കനും മിടുക്കിയും വന്നിട്ട് സമ്മാനം 3 ചോദ്യത്തിന് ഉത്തരമൊക്കെ പറഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിച്ചു പോയി. കണ്ടിട്ടുണ്ടായിരുന്നു? അവരെ പരിചയപ്പെട്ടോ? അപ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് വന്നാണോ? ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കും. സിമ്പിളായിട്ടൊരു ചോദ്യം. മദ്രസയിൽ പഠിക്കണ്ടോ? പഠിക്കുന്നു. ഏത് ക്ലാസ്സിലാണ്? 8th തന്നെ. ഏത് സ്കൂളിൻ്റെ കൂടെ തന്നെയാണോ? മോറലായിട്ട് അങ്ങനെയാണോ അല്ലെങ്കിൽ വേറെ? സ്കൂളിലും പഠിക്കുന്നുണ്ട്, മദ്രസയിലും സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ വലിയ കുട്ടിയാണ്, വലിയ പുള്ളിയാണ്, ഒക്കെ അറിയാം. ഞാൻ ചോദ്യമൊക്കെ അങ്ങനെ നോക്കിയിട്ട് ചോദിച്ചാൽ മതി അല്ലേ? അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. പിന്നെ ഖുർആനിലെ ഏറ്റവും നല്ല കഥയായിട്ട് പറയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ പറഞ്ഞുതരാം. 1 യൂസുഫ് നബിയുടെ കഥ, 2 പ്രവാചകൻ്റെ കഥ, 3 മൂസാ നബിയുടെ കഥ. ഇതിൽ ആരുടെ കഥയാണ് ഏറ്റവും മനോഹരമായ കഥ എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഒന്നുകൂടെ പറയണോ? യൂസുഫ് നബിയുടെ കഥ, പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സ്വലാമിൻ്റെ കഥ, മൂസാ നബിയുടെ കഥ. മൂസാ നബിയുടെ കഥ. ഉറപ്പാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ആകെ 3 ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, 2 പറഞ്ഞു. ഇനി ചാൻസ് ഇല്ല കേട്ടോ. മൂസാ നബീൻ്റെ അല്ല, പ്രവാചകൻ മുഹമ്മദ് നബീൻ്റെ അല്ല. അവരത് മോശം എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ ഒരുപാട് എലമെൻസ് ഉള്ള പ്രണയവും പിന്നെ അനാഥത്വവും അതിൻ്റെ പുറമെ രാജപദവിയും ഒക്കെ കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞതിൽ ഇനി ആരാ ബാലൻസ് ഉള്ളത്? യൂസുഫ് നബി അലൈഹി സ്വലാം. യൂസുഫ് അഹ്സനുൽ ഖസസ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. യൂസുഫ് കിസ്സ എന്നുള്ള പേരിൽ നമ്മളും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഖുർആനിലെ ഏറ്റവും മികച്ച കഥ, ഏറ്റവും മനോഹരമായ കഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ കഥകളും നല്ലതാണ്, പക്ഷെ കൂട്ടത്തിൽ കുറച്ചുകൂടെ മോർ വാല്യുബിൾ ഓർ മോർ ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഉത്തരം അറിയാൻ പറ്റിയല്ലോ. ഇനിയിപ്പോൾ ആരും ചോദിച്ചു കഴിഞ്ഞാലും സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തെറ്റിയിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത തവണയൊക്കെ അതേപോലെ വരിക, നമ്മുടെ കൂടെ പങ്കെടുക്കുക, സമ്മാനമൊക്കെ വാങ്ങുക. പക്ഷേ നമ്മുടെ കൂടെ വന്ന ഈ ഒരു മിടുക്കന്, നമ്മുടെ കൂടെ സംസാരിച്ചൊക്കെ ചെയ്ത ഹംദാന് സിൻസിയർ ഹോം വേൾഡിൻ്റെ ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഹാപ്പിയായോ? വെറും കൈയോടുകൂടി നമ്മൾ ആരെയും പറഞ്ഞയക്കുന്നില്ല. അപ്പോൾ സിൻസിയർ ഹോം വേൾഡിൻ്റെ ആ സമ്മാനം അവരുടെ ഒരു പ്രതിനിധിയെ സ്വാഗതം ചെയ്യുകയാണ് സമ്മാനം കൊടുക്കുന്നതിന്. നമ്മുടെ അടുത്ത മത്സരാർത്ഥികൾ റെഡിയാണ്, നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സിൻസിയർ ഹോം വേൾഡിലെ അടുത്ത മത്സരാർത്ഥികൾ ഒരു ഫാമിലിയാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ഫൈസൽ. സഫീറ. മെഹസാൻ. എന്താ വർക്ക്? എന്താണ്? ടീച്ചറാണ്. ഏതാ സബ്ജക്റ്റ്? ഉറുദു. ഞാൻ മലയാളം. ലാംഗ്വേജ് വരെ കണ്ടുമുട്ടിയതിൽ സന്തോഷം. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. പിന്നെ മോനല്ലാണ്ട് പിന്നെ വേറെ ആരുണ്ടോ? ഒരാൾ മാത്രമാണ്? +2. ഓക്കെ, അപ്പം ഏത് സ്കൂളിലാണ് സർ വർക്ക്? ചാലശ്ശേരി. ഓക്കെ. അപ്പോൾ എക്സാമിൻ്റെ സമയമായതുകൊണ്ട് അതിൻ്റെ ഓട്ടത്തിലായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്. ഞാനൊരു 3 ചോദ്യം ചോദിക്കും, സിമ്പിളായിട്ടുള്ള 3 ചോദ്യങ്ങൾ. അപ്പോൾ അതിന് ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തതിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തതിന് എന്തിനും 2 ഉണ്ടാവില്ല, കാരണം അതൊരു സമ്മാനം ബേസ് ചെയ്യുന്ന ചോദ്യമാണ്. എനിവേ ഈ 3 ചോദ്യത്തിനും ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൻസിയർ ഹോം വേൾഡ് ഒരു സ്പെഷ്യൽ അടിപൊളി ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അല്ലാണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിക്ക് സിൻസിയർ ഹോം വേൾഡ് പങ്കെടുക്കുന്ന പ്രേക്ഷകർക്ക് വേറൊരു ഗിഫ്റ്റ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ ഞാൻ 2-3 തവണ കണ്ടു. അപ്പോൾ ഞാൻ വിളിച്ചു, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ മത്സരിക്കാൻ? അപ്പോൾ ഇവന് ഭയങ്കര മടി, എനിക്ക് ഉത്തരം ഒന്നും അറിയൂല, തെറ്റിപ്പോയാലോ. അങ്ങനെ അവനോട് പറഞ്ഞത് എനിക്ക് ഉത്തരം അറിയില്ല, തെറ്റിപ്പോയാൽ മോശമല്ലേ. എന്ത് മോശം, കുട്ടികളല്ലേ, അങ്ങനത്തെ മോശക്കേടൊന്നുമില്ല. പിന്നെ ഇതിൽ സാധാരണ എന്താ നമ്മളെപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഉത്തരം തെറ്റുന്നതോ സമ്മാനം കിട്ടാത്തതോ അല്ല. നമുക്ക് ചില കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാൻ പറ്റും, ചില കാര്യങ്ങൾ ഈ വരുന്ന ആൾക്കാരെന്നായിരിക്കും എനിക്കറിയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് ഇങ്ങനെ പോകാമെന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തേക്ക് പോയാലോ? അങ്ങനെ ഉറുദുവിൻ്റെ സാറും കൂടെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇസ്ലാമിക് ഹിസ്റ്ററീനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബന്ധമൊക്കെ ഉണ്ടായിരിക്കും.
ആഹാ, അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ ഒരു സന്തോഷമായി. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എന്ത് ഓപ്ഷൻ വേണ്ടി വരില്ല, ക്ലൂ വേണ്ടി വരില്ല. ആഹാ, അതെ. ഓ, അപ്പൊ പിന്നെ പ്രൊഫഷണലി ആൻഡ് പാഷനേറ്റ്ലി നമ്മൾ എന്തായി, പരിചയക്കാരായി, സുഹൃത്തുക്കളായി, ഒക്കെ ആയി. അപ്പോൾ ടീച്ചിങ് എന്നുള്ളത് നമ്മുടെ ഒരു പ്രൊഫഷൻ ആണെങ്കിലും ചില പാഷൻസ് ഉണ്ടായിരിക്കും അല്ലേ ചില കാര്യങ്ങളോട്. പിന്നെ എന്ത് പറ്റി അത് ബ്രേക്ക് ചെയ്യാൻ കയറി? ആ, ശരിയാണ്. നമ്മൾ പിന്നെ ഒന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വരും. ഓക്കെ. പിന്നെ ഇപ്പോൾ ഗവൺമെന്റിലേക്ക് ആകുമ്പോൾ പിന്നെ അറിയാലോ, ഇഷ്ടംപോലെ ക്ലസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പം എന്തായാലും വീണ്ടും ആ പഴയ തട്ടകത്തിലേക്ക് വന്നൊരു ഫീൽ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നി നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ. ആഹാ, വിക്ടേഴ്സിൽ. ആ, ഓക്കെ. അപ്പം എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ക്യാമറയുമായിട്ടുള്ള ചങ്ങാത്തമൊന്നും ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിട്ടില്ല. മോൻ അങ്ങനെ വല്ല പാഷൻസും ഉണ്ടോ? താല്പര്യമുണ്ടോ? ഓ, എന്നാലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ പതിയെ ഇപ്പൊ പിന്നെ വേറെ ആണല്ലോ, റീൽസിന്റെയും ഒക്കെ ഒരു ലോകമാണല്ലോ, എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, സിമ്പിളായിട്ട് ചോദ്യം. ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ഏക വനിത. ഓപ്ഷൻ തരാം. അറിയാം, പക്ഷെ ഒരു ഡൗട്ട് ആ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റും. ചോദ്യം എന്താ പറയുക, ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മറിയം ബീവി, ഖദീജ ബീവി, ആസിയ ബീവി. ഫസ്റ്റ് ഓപ്ഷൻ സിമ്പിൾ, എനിക്കറിയാമായിരുന്നു, എന്നാലും ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു മൈക്ക് ആരെടുത്ത് കൊടുക്കണമെന്ന്. സത്യം പറഞ്ഞാൽ അത് തന്നെ ഇരുന്നു പെർഫെക്റ്റ് പ്ലേസ് അല്ലേ, ഞാൻ പറഞ്ഞതല്ലേ അവിടെ വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. പിന്നെ ഖലീമുള്ള എന്നുള്ള വിശേഷണം കിട്ടിയിട്ടുള്ള പ്രവാചകനാണ്. ചെറിയ ക്ലൂ വേണമെന്ന് തരാം. അതാരോടാ ഞാൻ ചോദിക്കണത്? എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ക്ലൂ വേണമെന്ന് ചോദിക്കരുത്. ഞാൻ ഇവനാണ് കണ്ണിൽ. അടുത്തതും ചെറുതായിരിക്കും. ഇവിടെ അല്ല ഇവന്റെ റേഞ്ചിലുള്ള ചോദ്യം തന്നെയാണ്. കാരണം പിന്നെ അപ്പൊ അടുത്തത് ലാസ്റ്റാമത്തെ ചോദ്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നോക്കാൻ തന്നെ എൻ്റെ ഗുരുവായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കാരണം 10-12 വർഷം മുന്നേ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാളെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താ പറയുക, റസൂൽ എന്ന പദവി ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള പ്രവാചകനാണ്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാൻ പറ്റും. ആരാണ്? ഓന് മുഹമ്മദ് നബിനെയാണ് പറഞ്ഞത്. മൂസാ നബിയാ പറഞ്ഞ? അല്ല, റസൂൽ എന്നുള്ള പദവി. എല്ലാരും ലിസ്റ്റ് ഇപ്പൊ വരും. വേണമെങ്കിൽ ഇതുവരെ ക്ലൂ ഓപ്ഷനൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ലാസ്റ്റ് ചാൻസ് ഞാൻ ഒരു ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം കിട്ടും. അദ്ദേഹം എന്താ പറയാ, വെള്ളം കൊണ്ട് പരീക്ഷിക്കപ്പെടുകയും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ അതൊന്നും മുഴുവനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആക്ച്വലി പ്രളയം എന്ന് പറയണം വിചാരിച്ചു. പ്രളയം എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലായി വായിലകപ്പെട്ടത്. ഓക്കെ. അത് പിന്നെ സമുദ്രം എന്നെങ്കിലും പറയും. ഇതിന് ഫുൾ വെള്ളമാണല്ലോ, വെള്ളപ്പൊക്കം, പ്രളയം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ മറ്റേ ഓപ്ഷനും കൂടെ. കാരണം ആദ്യത്തെ 2 ഓപ്ഷൻസും ഉപയോഗിക്കാൻ പോയിട്ട് എന്നെ മുഴുവനാക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് സമ്മാനം നഷ്ടപ്പെടരുത് എന്നൊരു ആഗ്രഹം, ഒരു ചെറിയൊരു ദുരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ സമ്മാനം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പിയായി, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നൽകുന്നതിനായിട്ട് സിൻസിയർ ഹോം വേൾഡിൻ്റെ പ്രതിനിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക് ക്വിസിൽ ഇന്ന് സിൻസിയർ ഹോം വേൾഡിലെ നമ്മുടെ അടുത്ത മത്സരാർത്ഥി റെഡിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലെ ഇന്നത്തെ നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്? മുസ്തഫ. എവിടെയാണ് നാട്? പെരുമ്പിലാവ്. ഓക്കെ. ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോ? അല്ലെങ്കിൽ ഓക്കെ, കർട്ടന്റെ വർക്കുകളാണ്. അപ്പോൾ ഇവിടെ ഓഫർ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറിയതാണോ? ഫാമിലി ഉണ്ടോ കൂടെ? ഒറ്റയ്ക്കാണ്.
പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെ പങ്കെടുത്തിട്ടില്ല, എന്നാലും കുറച്ച് കേട്ടപ്പോൾ ഒന്ന് പങ്കെടുത്താൽ കൊള്ളാം എന്ന് തോന്നി. ഓക്കെ, അപ്പോൾ കേരള വിഷനിലെ എല്ലാ ദിവസവും നമ്മൾ പരിപാടി ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും. അപ്പോൾ സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ പരിപാടിയുടെ ഒരു റൂൾസ് എങ്ങനെയാണ്? ഞാനൊരു 3 ചോദ്യമാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ തരും, രണ്ടാമത്തതിന് ചെറിയൊരു ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തതിന് 2 ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ 3 ചോദ്യം ശരിയാക്കി കഴിഞ്ഞാൽ സിൻസിയർ ഹോം വേൾഡിൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടാവും. അല്ലാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അവർ പങ്കെടുക്കുന്നവർക്കെല്ലാം ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടെ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ പ്രവാചകൻ്റെ ഗോത്രം ഏതാണ്? അപ്പോൾ ഓപ്ഷൻ പറഞ്ഞുതരാം, അറിയണമായിരിക്കും, എന്നാലും പിന്നെ ഓപ്ഷൻ പറയാം. ബനു ഹാഷിം, ബനു ഖുറൈഷ്, ബനു യസ്രിബ്. ബനു ഹാഷിം എല്ലാവർക്കും അറിയണതാണ്, എന്നാലും ഞാൻ ഇനി കൂടുതൽ കൺഫ്യൂഷനൊന്നും ആക്കില്ല. ബനു ഹാഷിം ഉത്തരം ശരിയാണ്. കാരണം നമ്മൾ പാട്ടിലും അല്ലാണ്ടെയും ഒക്കെ അല്ലേ പാടുമോ? പാടുന്നില്ല, പക്ഷെ പാട്ട് ഇഷ്ടമാണ്. വളരെ എന്താ പറയുക, വളരെ കാമായിട്ടുള്ള ഒരാളാണ്, അധികം ഒച്ചയ്ക്കൊന്നും വർത്താനം പറയാത്ത ഒരാളാണ്. അപ്പം ഞാൻ അധികം വിഷമിപ്പിക്കണില്ല. രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോവല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഇതിന് ഞാൻ എന്താ പറയുക, ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഒരു വനിതയാണ്, യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. 3 അക്ഷരമേ ഉള്ളൂ. ഈ കഥകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുള്ള കഥയായിരിക്കും. കിട്ടുന്നില്ല, ഇനി ട്രൈ ചെയ്താലും കിട്ടൂല. ആണോ? അറിയപ്പെടുന്ന ആളാണ് ഞാൻ. പറയട്ടെ, സുമയ്യ ബീവി. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആളെ ആൻസർ ഇങ്ങോട്ട് വന്നു. ചില കാര്യങ്ങൾ എന്താ പറയാ നമുക്ക് അറിയണമായിരിക്കും, പക്ഷെ പിന്നെ ചരിത്രം പഠിച്ചിട്ടുള്ളൂ. സുമയ്യ ബീവിന്റെ ചരിത്രം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? യുദ്ധത്തിന് പോകണം മുന്നേ തന്നെ ചരിത്രങ്ങൾ കിടന്നത് മൂപ്പര് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ളത്. പക്ഷേ യുദ്ധത്തിന് ഇറങ്ങാന്ന് വെച്ചാൽ അവിടെ പരാജയപ്പെടും എന്നുള്ള കണ്ടിട്ട് മൂപ്പര് ഞാനും കൂടി ഇറങ്ങാന്നുള്ള ഇത് പറഞ്ഞു കാണിച്ചിട്ട് അവിടെ ഒരു ത്യാഗം സഹിക്കുക എന്ന ഉദ്ദേശത്തിലാണ് മൂപ്പര് ചെയ്തിട്ടുള്ളത്. സത്യം, ആ ത്യാഗം എന്തായി? അവസാനം ജീവത്യാഗം തന്നെ ആയി. അപ്പോൾ ഷഹീദാന്റെ ആ ഒരു കൂലിയും കൂടെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഉത്തരം അറിയായിരുന്നു, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് എന്താ പറയുക, ചില സമയത്ത് നമുക്ക് എപ്പോഴും ഇതേപോലെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മുസ്തഫക്ക സുമയ്യ ബീവിയുടെ ജീവത്യാഗത്തിൻ്റെ കഥയും കൂടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഉത്തരം അറിയായിരുന്നു, എന്നാലും എന്താ പറയുക, ആ സമയത്ത് പേര് അല്ലേ അക്ഷരം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. എന്നാലും നമ്മളൊരു പ്രോത്സാഹന സമ്മാനം അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഈ സമ്മാനം നൽകുന്നതിനായിട്ട് സിൻസിയർ ഹോം വേൾഡിലെ ഫാമിലി മെമ്പറെ സ്വാഗതം ചെയ്യുന്നു. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിൻ്റെ സിൻസിയർ ഹോം വേൾഡ് ചങ്ങരംകുളത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് മത്സരിച്ചവരിൽ 2 ടീമുകളാണ് വിജയികളായിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും തന്നെ സിൻസിയർ ഹോം വേൾഡിൻ്റെ സ്നേഹ സമ്മാനവും ലഭിക്കുകയുണ്ടായി. തുടർന്നും ഇതുപോലെ മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.